നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ലഹരിയുടെ ചതിക്കുഴികളും ഇടത്താവളങ്ങളും അവധിക്കാലത്തിന്റെ മറവിൽ വ്യാപകമാകുന്നു. പശ ലഹരി വസ്തുവായി ഉപയോഗിക്കുന്ന പ്രവണതയ്ക്ക് ഇരകളാകുന്നത് കൌമാരക്കാർ. TCV ഇൻവെസ്റ്റിഗേഷൻ. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പാർലിക്കാട് 19 നമ്പർ ബൂത്തിൽ നാളെ റീപോളിംഗ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. സ്പോർട്സ് ഈവന്റുകളുടെ പേരിൽ കൂടുതൽ ചാനൽ ആരംഭിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് COA സംസ്ഥാന കമ്മിറ്റി. ചാനലുകളുടെ മാറിവരുന്ന പാക്കേജ് രീതി വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുകയാണെന്നും COA. ഷോളയാറിൽ ലോറി ബൈക്കിലിടിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. ഷോളയാർ സ്വദേശി മുഹമ്മദ് തനീഷാണ് മരിച്ചത്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ലഹരിയുടെ ചതിക്കുഴികളും ഇടത്താവളങ്ങളും അവധിക്കാലത്തിന്റെ മറവിൽ വ്യാപകമാകുന്നു. പശ ലഹരി വസ്തുവായി ഉപയോഗിക്കുന്ന പ്രവണതയ്ക്ക് ഇരകളാകുന്നത് കൌമാരക്കാർ. TCV ഇൻവെസ്റ്റിഗേഷൻ. ഇത് അവധിക്കാലത്തിന്റെ മറവിൽ സജീവമായ ഒരു കൂട്ടം കൌമാരക്കാരുടെ ഇടത്താവളത്തിലേക്കുള്ള യാത്രയാണ്. നഗരപരിധിക്കടുത്തുള്ള ഈ സ്ഥലത്ത് ഫെവിബോണ്ട് എന്ന പേരിലുള്ള പശയുടെ ഒഴിഞ്ഞ കവറുകളും ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ ട്യൂബുകളും വ്യാപകമായത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം ഞങ്ങളെ അറിയിച്ചത്. റോഡിൽ നിന്നും ഉള്ളിലേക്ക് നീങ്ങി ഒഴിഞ്ഞ പറമ്പുകളാൽ ചുറ്റപ്പെട്ട സുരക്ഷിത കേന്ദ്രത്തിനടുത്തായി ലഹരി വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നു. സിഗരറ്റ്, പാൻപരാഗ്, മദ്യക്കുപ്പികൾ എന്നിവയ്ക്കൊപ്പം ഫെവിബോണ്ട് ട്യൂബുകളും പ്ലാസ്റ്റിക് കവറുകളും ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഞങ്ങൾ കണ്ടെത്തി. പശ പ്ലാസ്റ്റിക് കവറിനുള്ളിൽ പുരട്ടിയ ശേഷം പ്ലാസ്റ്റിക് കവർ ഊതി വീർപ്പിച്ച് ആ മണം ശ്വസിക്കുന്ന രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. പശയിലെ രാസപദാർത്ഥമടങ്ങിയ വായു ശ്വസിച്ചാൽ ലഭിക്കുന്ന ലഹരി അല്പനേരത്തേക്ക് മത്തുപിടിപ്പിക്കുമെന്നാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാനായത്. കടകളിൽ നിന്നും നിസ്സാര തുകയ്ക്ക് ലഭിക്കുമെന്നതും ആരും സംശയിക്കില്ലെന്നതുമാണ് ഇത്തരം ലഹരിയിലേക്ക് കൌമാരക്കാർ തിരിയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. ബാംഗ്ലൂരിലും മറ്റും നാടോടി സംഘങ്ങൾ ഇത്തരം വസ്തുക്കൾ ലഹരിയായി ഉപയോഗിക്കാറുണ്ട്. ഒരു രസത്തിനു വേണ്ടിയും തമാശയ്ക്ക് വേണ്ടിയും ഇത്തരം ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നവരെ കൂടുതൽ മുന്തിയ ഇനം ലഹരിയിലേക്ക് വഴി നടത്തുന്ന റാക്കറ്റുകളും ഏജന്റുമാരും ഇത്തരം ഒളിത്താവളങ്ങൾക്ക് സംരക്ഷണവും പിന്തുണയും നൽകുന്നു. മാതാപിതാക്കളും പൊതുസമൂഹവും ജാഗ്രത പാലിക്കുന്നതിനൊപ്പം ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിച്ച് നാട്ടുകാരുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ ഇത്തരം ദുഷ്പ്രവണതകൾക്കെതിരെ പ്രവർത്തിക്കാനുള്ള ശ്രമം നടത്തിവരികയാണെന്ന് സ്ഥലത്തെ CPM ബ്രാഞ്ച് സെക്രട്ടറി കുമാർജി പറയുന്നു. ഫെവിബോണ്ട് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിന് കിട്ടാവുന്ന ഒരു ലഹരി വസ്തുവാണ്. ഇപ്പോൾ മദ്യം, മറ്റുള്ള ലഹരി വസ്തുക്കളൊക്കെ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇത്തരം സാധനങ്ങൾ ഏത് കടയിൽ പോയിട്ടായാലും വാങ്ങാൻ എളുപ്പമാണ്. അപ്പം അതിൽ നിന്നുണ്ടാവുന്ന ആ ലഹരി ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യം അവർക്ക് ഓട്ടോമാറ്റിക് ഉണ്ടാവണം. ഇത് ശരിക്കും പറഞ്ഞാൽ സമൂഹം മൊത്തം ഇടപെടേണ്ട ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ എവിടേക്കാണ് പോകുക, അത്രയും ദുരന്തത്തിലേക്ക് ചെന്ന് ചാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ഇവിടെ ശരിക്കും ആന്റി വിരുദ്ധ സ്ക്വാഡ് തന്നെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നെയിൽ പോളിഷ്, വൈറ്റ്നർ, മാർക്കർ പേനകളിലെ മഷി എന്നിങ്ങനെയുള്ള സാധന സാമഗ്രികൾ കുട്ടികൾ ലഹരി വസ്തുക്കളായി ഉപയോഗിക്കുന്നത് നേരത്തെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറ്റൂരിൽ വൈറ്റ്നർ ലഹരി മരുന്നായി ഉപയോഗിച്ച സ്കൂൾ വിദ്യാർത്ഥി കഴിഞ്ഞ വർഷം മരണമടഞ്ഞ സംഭവം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ട്. അവധിക്കാലത്ത് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇത്തരം കൂട്ടുകെട്ടുകൾക്കൊപ്പം ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യവും കുട്ടികളും ഇവരെ ഇരകളാക്കുന്നവരും ദുരുപയോഗപ്പെടുത്തുകയാണ്. പാടത്തിന് സമീപത്തെ ഒഴിഞ്ഞ കളിസ്ഥലങ്ങളും ആൾതാമസമില്ലാത്ത കെട്ടിടങ്ങളുമെല്ലാമാണ് ഇത്തരക്കാരുടെ ഒളിത്താവളം. ലഹരിയുടെ പുതിയ പരീക്ഷണശാലകളായി കുരുന്നു കൂട്ടായ്മകൾ മാറുമ്പോൾ മക്കളെ അന്ധമായി വിശ്വസിക്കുന്ന മാതാപിതാക്കളും ഉറക്കം നടിക്കുന്ന അധികാരികളും കണ്ണു തുറക്കുകയും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പാർലിക്കാട് 19 നമ്പർ ബൂത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഏപ്രിൽ 10 നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മെഷീനിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് റീപോളിംഗ് നടക്കുന്നത്. പാർലിക്കാട് ഗവൺമെന്റ് UP സ്കൂളിലാണ് നാളെ റീപോളിംഗ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 1224 വോട്ടർമാരാണ് ബൂത്തിൽ ആകെയുള്ളത്. തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ അറിയിച്ചു. റീപോളിംഗ് നടക്കുന്ന വടക്കാഞ്ചേരി ബൂത്ത് നമ്പർ 19ന്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും വോട്ടെടുപ്പ് കേന്ദ്രമായ പാർലിക്കാട് ഗവൺമെന്റ് UP സ്കൂളിലും നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
പോളിംഗ് ബൂത്തിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി പാലക്കാട് ജില്ലാ കലക്ടർ രാമചന്ദ്രൻ ബൂത്ത് സന്ദർശിച്ചിരുന്നു. സ്പോർട്സ് ഈവന്റുകളുടെ പേരിൽ കൂടുതൽ ചാനൽ ആരംഭിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് സിഒഎ സംസ്ഥാന കമ്മിറ്റി ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. പേ ചാനലുകളുടെ മാറിവരുന്ന പാക്കേജ് രീതിയും പുതിയ പേ ചാനലുകളുടെ ആവിർഭാവവും കേബിൾ ടിവി മേഖലയിൽ വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. IPLന്റെ ഭാഗമായും വേൾഡ് കപ്പ് ഫുട്ബോൾ മുന്നിൽ കണ്ടും സ്പോർട്സ് ചാനലുകൾ കൂടുതലായി ആരംഭിക്കുന്ന പ്രവണത വർദ്ധിച്ചിരിക്കുകയാണ്. സ്റ്റാർ സ്പോർട്സ് 4 ചാനലുകളാക്കി വർദ്ധിപ്പിച്ചതും ടെൻ സ്പോർട്സും നിയോ സ്പോർട്സും കൂടുതൽ ചാനലുകൾ ആരംഭിച്ചതും ഇതിന്റെ ഭാഗമാണ്. ഈ രീതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, TDSAT, ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം എന്നിവയെ സമീപിക്കാൻ തീരുമാനിച്ചതായി സിഒഎ സംസ്ഥാന പ്രസിഡന്റ് NH അൻവർ, ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ് എന്നിവർ അറിയിച്ചു. ഷോളയാറിൽ ലോറി ബൈക്കിലിടിച്ച് പൊള്ളാച്ചിയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. ഷോളയാർ സ്വദേശി 21 വയസ്സുള്ള മുഹമ്മദ് തന്നീഷാണ് മരിച്ചത്. ഇയാളോടൊപ്പം ബൈക്കിലുണ്ടായിരുന്ന പൊള്ളാച്ചി സ്വദേശിയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ ശരവണകുമാറിനെ ഗുരുതര പരിക്കുകളോടെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊള്ളാച്ചിയിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളായ 18 പേർ അതിരപ്പള്ളിയിലേക്ക് വിനോദയാത്ര വന്നതായിരുന്നു. ഷോളയാറിൽ വെച്ച് മുഹമ്മദ് തന്നീഷ് ഓടിച്ചിരുന്ന ബൈക്കിൽ ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഇലക്ട്രിക് വയറിൽ നിന്ന് ഷോക്കേറ്റ് 4.5 വയസ്സുകാരൻ മരിച്ചു. കൊരട്ടി ചിറങ്ങര മറ്റത്തിൽ സതീശന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. വീടിനകത്ത് പൊട്ടിക്കിടന്നിരുന്ന ഇലക്ട്രിക് വയറിൽ നിന്നാണ് കുട്ടിക്ക് ഷോക്കേറ്റത്. തുടർന്ന് കുട്ടിയെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹരിത നഗരങ്ങൾ എന്ന സന്ദേശവുമായി ഇന്ന് ലോക ഭൌമദിനം. കാലം തെറ്റിയ കാലാവസ്ഥയിൽ ഭൌമദിനാചരണം ഏറെ പ്രസക്തമാകുന്നു. ഹരിതാപമായ പ്രകൃതിക്ക് മേലുണ്ടാകുന്ന വെല്ലുവിളികളെ തിരിച്ചറിയാൻ ഒരു ദിനം. ഹരിത നഗരങ്ങൾ എന്നതാണ് ഇക്കുറി ഭൌമദിനത്തിന്റെ സന്ദേശം. ശുദ്ധജലം ലഭിക്കുന്ന പ്രപഞ്ചത്തിലെ ഭൂമി എന്ന പച്ചത്തുരുത്ത് ഇന്ന് മനുഷ്യന്റെ ദുരമൂത്ത ഇടപെടലുകൾ മൂലം മൃതപ്രായമായിരിക്കുന്നു. ഹരിതഗൃഹവാതകങ്ങളുടെ ആധിക്യം, പ്ലാസ്റ്റിക്കിന്റെ അമിത ഉപഭോഗം, മരമുറി എന്നിവ ഭൂമിയെ അനാരോഗ്യവതിയാക്കി തീർത്തിരിക്കുന്നു. ഭൂമിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം തിരിച്ചറിയാൻ ഒരു ദിനം ആചരിക്കുമ്പോൾ എല്ലാ ദിവസവും ഭൌമദിനമായി കണക്കാക്കുകയും ഭൂമിയെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന ബോധപൂർവമായ ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. ആഗോളതാപനത്താൽ ഭൂമി വിയർക്കുമ്പോൾ പൊള്ളുന്ന പകലിനെ ചെറുക്കാനാകാതെ വീർപ്പുമുട്ടുകയാണ് മനുഷ്യർ. പച്ചപ്പട്ടണിഞ്ഞു നിന്നിരുന്ന പ്രകൃതിയെ ഇന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വിഷപ്പുകയും വിഷദ്രാവകങ്ങളും കീടനാശിനികളും കാർന്നു തിന്നു കഴിഞ്ഞു. പ്രകൃതിക്ക് മേലുള്ള കടന്നാക്രമണത്തെ ചെറുക്കാൻ ഓരോ മനുഷ്യനും കടമയുണ്ട് എന്ന് ഭൌമദിനം ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രശാന്തിയുടെ പച്ചപ്പും സുഖശീതല കാലാവസ്ഥയും എന്നുമുണ്ടാവാൻ നമുക്കും കൈകോർക്കാം, നമ്മുടെ ഭൂമിക്കായി. കൾച്ചർ ഡെസ്ക് TCV. ഇടവേള. വാർത്തകൾ തുടരുന്നു. നാട്ടിക 12-ാം കല്ലിൽ ചരക്ക് ലോറികൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഇരു ലോറികളിലെയും ക്ലീനർമാരായ ചാവക്കാട് ഉരുമനയൂർ സ്വദേശി ചുഴലി വീട്ടിൽ സലീഷ്, എറണാകുളം ഏലൂർ സ്വദേശി കടയിൽ പറമ്പിൽ ആന്റണി ബാബു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ആക്ട്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ബോർഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് പൈപ്പ് കയറ്റി വരികയായിരുന്ന ലോറിയും എറണാകുളത്തേക്ക് ടൈൽസ് കയറ്റി പോകുകയായിരുന്ന ലോറിയും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഡ്രൈവർമാർ ഉറങ്ങിയതാണ് അപകട കാരണമെന്ന് പോലീസ് പറഞ്ഞു. വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി. അടിമകളല്ല എന്ന ചിന്ത വെടിഞ്ഞ് സ്വാഭിമാനത്തിലേക്ക് ഹിന്ദുക്കൾ നീങ്ങണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല പറഞ്ഞു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചതുർദിന വിചാരസന്ധിയോടനുബന്ധിച്ച് തൃശൂരിൽ നടന്ന സ്വാഭിമാന സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഹിന്ദുക്കളെ അവഗണിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് വലതുപക്ഷ പാർട്ടികൾ ഇസ്ലാമിക ക്രൈസ്തവ സംഘടനകളും സാമുദായിക നേതാക്കളുമായി ചർച്ച ചെയ്ത് വാഗ്ദാനങ്ങൾ നൽകിയപ്പോൾ ഹിന്ദുക്കൾക്കൊന്നും നൽകിയില്ല. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി കമ്മീഷനുകളെ വെച്ചുകൊടുക്കുന്ന സർക്കാരുകൾ ഹിന്ദുക്കൾക്ക് ഒന്നും ചെയ്യുന്നില്ലെന്നും ശശികല കൂട്ടിച്ചേർത്തു. സ്വാഗത സംഘം ചെയർമാൻ TS രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പിഷാരോടി സമാജം രക്ഷാധികാരി KT ബാലകൃഷ്ണൻ പിഷാരോടി അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി ചെയർമാൻ C സദാനന്ദൻ, ബാലൻ പണിക്കശ്ശേരി, മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. പാലപ്പിള്ളിയിൽ കണ്ടെത്തിയ കാട്ടുപൂച്ചയുടെ ജഡം പുലിക്കുട്ടിയുടേതാണെന്ന് കിംവദന്തി പരന്നു. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെ മേച്ചേരി പോളിയുടെ തോട്ടത്തിലാണ് ഒരു നായ്ക്കുട്ടിയുടെ വലിപ്പമുള്ള കാട്ടുപൂച്ചയുടെ ജഡം കണ്ടത്. ഒറ്റ നോട്ടത്തിൽ പുലിയുടേതാണെന്ന് തോന്നുന്ന ജഡത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. കഴിഞ്ഞ ആഴ്ച ഈ ഭാഗത്ത് മരത്തിൽ കണ്ടത് ഈ കാട്ടുപൂച്ചയെ ആണെന്ന് സംശയിക്കുന്നു.
പുലിക്കുട്ടികളാണെന്ന ധാരണയിൽ അന്ന് വനപാലകർ ഈ മേഖലയിൽ പരിശോധന നടത്തിയിരുന്നു. അയ്യമ്പുഴ സ്റ്റേഷനിൽ നിന്ന് വനപാലകർ എത്തിയാണ് കാട്ടുപൂച്ചയുടെ ജഡമാണെന്ന് സ്ഥിരീകരിച്ചത്. പുലിയുടെ ജഡം കണ്ടെന്ന വാർത്ത പ്രചരിച്ചതോടെ നൂറുകണക്കിന് ആളുകൾ സംഭവസ്ഥലത്തെത്തി. ഇതിനിടെ ബുധനാഴ്ച ചാലക്കുടി പൂലാനിയിൽ വീണ്ടും പുലിയെ കണ്ടതായി അഭ്യൂഹവുമുണ്ട്. കുറുപ്പത്തുള്ള തറയിൽ സിജോ വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ ഇടവഴിയിൽ വെച്ച് പുലിയെ കണ്ട് ഭയന്ന വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. ഈ പ്രദേശത്തുള്ള ചെറിയ കാട്ടിൽ രത്നാകരനും രാത്രി വീട്ടിലിരിക്കുമ്പോൾ പുലിയെ കണ്ടതായി പറയുന്നുണ്ട്. കുറുപ്പത്തിനും പന്തൽപ്പാടത്തിനും ഇടയിലുള്ള വിശാലവും വിജനവുമായ കൊള്ളിത്തോട്ടത്തിൽ നായയുടേതെന്ന് കരുതുന്ന പഴകിയ അസ്ഥിക്കൂടങ്ങൾ കണ്ടെത്തി. 4 മാസമെങ്കിലും പഴക്കമുള്ള അസ്ഥിക്കൂടമാണ് ഇത്. പല ഭാഗത്തും ചിന്നിച്ചിതറിയ നിലയിലാണ് ഇവ കിടക്കുന്നത്. പുലി വകവരുത്തിയ നായയുടേതാണ് അസ്ഥിക്കൂടമെന്ന് നാട്ടുകാർ കരുതുന്നു. ഇലക്ട്രിക് ലൈനിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ച് തോട്ടിൽ നിന്ന് മീൻ പിടിച്ചിരുന്ന 3-അംഗ സംഘത്തെ വിയ്യൂർ പോലീസ് പിടികൂടി. പൊങ്ങണങ്കാട് സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ പ്രിയൻ, മുല്ലക്കര ആറാംകല്ല് കൊല്ലയിൽ വീട്ടിൽ അമൃതരാജ്, മാറ്റാംപുറം പൂത്തോപ്പറമ്പിൽ കുഞ്ഞുണ്ണി എന്ന ശ്രീനാഥ് എന്നിവരെയാണ് വിയ്യൂർ എസ്ഐ കെ മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. രാമവർമ്മപുരം ഇലക്ട്രിക് സെക്ഷൻ പരിധിയിൽപ്പെട്ട അക്കരപ്പുറത്തുള്ള ഇലക്ട്രിക് ലൈനിൽ നിന്ന് വയറും തോട്ടിയും ഉപയോഗിച്ച് വൈദ്യുതി മോഷ്ടിച്ച് തോട്ടിൽ വൈദ്യുതി കടത്തിവിട്ട് പ്രതികൾ മീൻ പിടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. രാമവർമ്മപുരം KECB ഇലക്ട്രിക് സെഷൻ AEയുടെ പരാതി പ്രകാരമാണ് അറസ്റ്റ്. പ്രിയൻ റൌഡിയും നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയുമാണ്. മീൻ പിടിച്ച് വിൽപ്പന നടത്തി കിട്ടുന്ന പണം ഉപയോഗിച്ച് പ്രതികൾ ദൂർത്തടിച്ച് കഴിയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ASI VS സന്തോഷ്, സീനിയർ CPO സുനിൽ, CPOമാരായ രവികുമാർ, ഷിനീഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇടവേള. വാർത്തയിലേക്ക്. വടക്കുംനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ തച്ചുശാസ്ത്ര പണികൾ ചെയ്തിരുന്ന പറവട്ടാനി സ്വദേശി പടിഞ്ഞാറൂട്ട് അയ്യപ്പൻ എന്ന തങ്കമണി ആശാരി നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9-ന് പാറമേക്കാവ് ശാന്തിക്കട്ടിൽ നടക്കും. പോത്തുകളെയും എരുമകളെയും മോഷ്ടിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ 3 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കുഴിക്കാട്ടുകുളം സ്വദേശി കേങ്കയിൽ പ്രവീൺ, ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറ സ്വദേശി കല്ലുപറമ്പിൽ ഷിബിൻ, മാപ്രാണം സ്വദേശി കളരിക്കൽ സുജിത്ത് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട SI MJ ജിജോ അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുടയിലെ നടവരമ്പ്, പുല്ലൂർ, വെള്ളാങ്കല്ലൂർ, അവിട്ടത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി 40ഓളം പോത്തുകളെ സംഘം മോഷ്ടിച്ചിട്ടുണ്ട്. പ്രദേശത്ത് പോത്ത് മോഷണം വ്യാപകമായതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പോത്തുകൾ വാങ്ങാനെന്ന വ്യാജേന വീടുകളിൽ പോയി നിരീക്ഷിക്കുകയും രാത്രി വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുകയുമാണ് ഇവരുടെ പതിവ്. മോഷ്ടിച്ച മാടുകളെ കുറഞ്ഞ വിലയിൽ കശാപ്പുകാർക്കാണ് വിൽപ്പന നടത്തിയിരുന്നത്. 1 കൊല്ലത്തോളമായി സംഘം മോഷണം ആരംഭിച്ചിട്ട് സംഘത്തിലെ 2 പേരെ കൂടി പിടികിട്ടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ASI മനോജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റോയ് പൌലോസ്, പ്രദീപ്, സന്തോഷ്, ഉല്ലാസ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളിയുടെ മുന്നിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്നു. പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ ഗേറ്റിന് മുന്നിലുള്ള പ്രധാന ഭണ്ഡാരമാണ് കുത്തിത്തുറന്നത്. വികാരിയും പള്ളി ഭാരവാഹികളും വിവരം അറിയിച്ചതനുസരിച്ച് ഗുരുവായൂർ CI K സുദർശന്റെ നേതൃത്വത്തിൽ പോലീസ് എത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 15 ദിവസം മുൻപ് ഭണ്ഡാരം തുറന്ന് എണ്ണിയിരുന്നു. ദുഃഖവെള്ളി, ഈസ്റ്റർ തുടങ്ങിയ വിശേഷ ദിവസങ്ങൾ വന്നതിനാൽ ഭണ്ഡാരത്തിൽ 5000 രൂപയോളം ഉണ്ടാകാമെന്ന് പള്ളി ഭാരവാഹികൾ പറഞ്ഞു. നാടകാചാര്യൻ വയല വാസുദേവൻ പിള്ളയുടെ 69ാം ജന്മദിനത്തിന്റെ ഭാഗമായി വയല കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. അയ്യന്തോൾ സബർമതിയിൽ നടന്ന ചടങ്ങിൽ ജനസംവാദ കല എന്ന വിഷയത്തിൽ സംവിധായകൻ ജോൺ പോൾ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. ശ്രീജിത്ത് രമണൻ, ട്രസ്റ്റ് ചെയർപേഴ്സൺ വത്സല വാസുദേവൻ പിള്ള, സെക്രട്ടറി ET വർഗീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വയല വാസുദേവൻ പിള്ള രചിച്ച തിരകൾ എന്ന കുട്ടികളുടെ നാടകം അരങ്ങേറി. രംഗചേതന പ്രവർത്തകർ അണിനിരന്ന നാടകം സംവിധാനം ചെയ്തത് KV ഗണേഷാണ്. മെയ് 4 വരെ രംഗചേതനയുടെ നേതൃത്വത്തിൽ അയ്യന്തോൾ പാർക്കിലും വയല കൾച്ചറൽ സെന്ററിലുമായി സംഘടിപ്പിക്കുന്ന കുട്ടികൾക്കുള്ള നാടക പരിശീലന ക്യാമ്പിന് ബുധനാഴ്ച തുടക്കമാകും. ഇടവേള. വാർത്തയിലേക്ക് വീണ്ടും. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സ്വപ്നഭവനം ഒരുങ്ങി. പാവറട്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ അതുൽ കൃഷ്ണയ്ക്കും സഹോദരി പാവറട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ ദേവി കൃഷ്ണയ്ക്കുമാണ് സ്വപ്നഭവനം ഒരുങ്ങുന്നത്. മരതിയൂർ കവര വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെയും ഷീബയുടെയും മക്കളാണ് അതുലും ദേവിയും. ഹൃദയാഘാതത്തെ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ മരിച്ചത്. ഷീബ ചെറുപ്പത്തിലെ മരിച്ചിരുന്നു. ഉണ്ണികൃഷ്ണന്റെ മരണത്തോടെ അനാഥരായ ഈ കുട്ടികളുടെ ദൈനതയെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് തൃശൂർ തിരുവമ്പാടി അമ്പലത്തിന് സമീപം താമസിക്കുന്ന വേദ വിലാസിൽ VN ഗുരുവായൂരപ്പൻ 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകുകയായിരുന്നു. വാർഡംഗം ഷാബിന സലീമിന്റെയും പൊതുപ്രവർത്തകനായ ഉമ്മർ സലീമിന്റെയും നേതൃത്വത്തിൽ കുട്ടികളുടെ സ്വപ്നഭവനത്തിന്റെ പാലുകാച്ചിലും താക്കോൽദാനവും ബുധനാഴ്ച നടക്കും.
ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ ബസ് ഇടിച്ച് 3 യാത്രക്കാർക്ക് പരിക്കേറ്റു. മേലൂർ പൂലാനി സ്വദേശികളായ പാട്ടത്തിപ്പറമ്പിൽ ബാലന്റെ ഭാര്യ ലത, മകൾ നിത, നിതയുടെ ഭർത്താവ് അയ്യപ്പൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എറണാകുളത്തേക്ക് പോകുന്നതിനായി ബസ് സ്റ്റാൻഡിലെത്തിയ ഇവരെ അങ്കമാലി ഡിപ്പോയിലെ ബസ് ഇടിക്കുകയായിരുന്നു. തൃശൂർ റെയിൽവേ മെഡിക്കൽ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രക്കാർക്കും റെയിൽവേ ജീവനക്കാർക്കുമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വെസ്റ്റ് ബോർഡ് ആശുപത്രിയുമായി സഹകരിച്ചാണ് റെയിൽവേ സ്റ്റേഷനിൽ ക്യാമ്പ് നടത്തിയത്. രക്തം, രക്തസമ്മർദ്ദം എന്നിങ്ങനെയുള്ള പരിശോധനയും വൈദ്യപരിശോധനയുമാണ് ക്യാമ്പിന്റെ ഭാഗമായി ഒരുക്കിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ ജോസഫ് നൈനാൻ, ഡോക്ടർ പ്രകാശ്, ഡോക്ടർ ജയരാജ് എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണമെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിരിയൻ കണ്ടത് ജുവലറി. സ്വർണം ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 2800, വെള്ളി 10 ഗ്രാമിന് 470, തങ്കം ഗ്രാമിന് 3025. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. ലഹരിയുടെ ചതിക്കുഴികളും ഇടത്താവളങ്ങളും അവധിക്കാലത്തിന്റെ മറവിൽ വ്യാപകമാകുന്നു. പശ ലഹരി വസ്തുവായി ഉപയോഗിക്കുന്ന പ്രവണതയ്ക്ക് ഇരകളാകുന്നത് കൌമാരക്കാർ. TCV ഇൻവെസ്റ്റിഗേഷൻ. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ പാർലിക്കാട് 19 നമ്പർ ബൂത്തിൽ നാളെ റീപോളിംഗ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. സ്പോർട്സ് ഈവന്റുകളുടെ പേരിൽ കൂടുതൽ ചാനൽ ആരംഭിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്ന് COA സംസ്ഥാന കമ്മിറ്റി. ചാനലുകളുടെ മാറിവരുന്ന പാക്കേജ് രീതി വൻ സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുകയാണെന്നും COA. ഷോളയാറിൽ ലോറി ബൈക്കിലിടിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു. ഷോളയാർ സ്വദേശി മുഹമ്മദ് തനീഷാണ് മരിച്ചത്.